നമസ്കാരം. ഇസ്രായേൽ ഇത് എന്തു ഭാവിച്ചാണെന്ന് അമേരിക്കയ്ക്ക് പോലും പിടികിട്ടുന്നില്ല. അമേരിക്ക അടക്കമുള്ള സഖ്യകക്ഷികളോട് പോലും ആലോചിക്കാതെ, ചർച്ച ചെയ്യാതെ ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നു. അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: അവരുടെ ചുറ്റുമുള്ള ഭീകരരെ മുഴുവൻ തുടച്ചു നീക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും എത്ര ക്രൂരമായ പ്രവൃത്തിയിലൂടെ കൊല ചെയ്യാനും ഇസ്രായേൽ ഒരുക്കമാണ്. മരണത്തിൽ സന്തോഷം കാണുകയും ആ സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞൊടിയിടയിൽ ചുറ്റുമുള്ള ഭീകര സംഘടനകളെ ഓരോന്നിനെയായി ഇസ്രായേൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ പിടിച്ചെടുത്ത് ഫലസ്തീന്റെ വിസ്തൃതി വ്യാപിപ്പിച്ച് സ്വതന്ത്ര ഫലസ്തീൻ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് 1980 മുതൽ രക്തച്ചൊരിച്ചിൽ നടത്തുന്ന ഹമാസ് ഏതാണ്ട് നാമാവശേഷമായി. ഹമാസിന് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഫലസ്തീന് പുറത്തുള്ള രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളുടെ തുണയോടെ, സംരക്ഷണയോടെ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നത് മാത്രമാണ്. ഹമാസിന്റെ തലവന്മാർ ഖത്തറിന്റെ സുരക്ഷയിലാണ് ഊരുറപ്പിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടും അവിടെ നിന്ന് ടെഹ്റാനിലേക്കൊരു യാത്ര പോയപ്പോൾ പ്രധാന തലവനായ ഇസ്മയിൽ ഹാനിയെ തട്ടിക്കളഞ്ഞു. പുതിയ തലവന് ഫലസ്തീൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും ദോഹയിൽ എത്തിച്ചേർന്നാൽ മാത്രമേ അല്പമെങ്കിലും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും. ഇതിന്റെ തുടർച്ചയായി ലെബനനിൽ കടന്നു കയറി ഹിസ്ബുള്ളയുടെ തലവനെയും തട്ടി, 2 പ്രധാനപ്പെട്ട ഭീകര സംഘടനകളുടെയും തലവന്മാരെ തട്ടിയതിനു ശേഷം ഹൂത്തികളെ ലക്ഷ്യമിട്ടുകൊണ്ട് രംഗത്തിറങ്ങി. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും പോലെ ഹൂത്തികളുടെ തലവനെ കുറിച്ച് വേണ്ടത്ര പരിചയം ആർക്കുമില്ല എന്നതാണ് വാസ്തവം. എന്നിട്ടും ഹൂത്തികളുടെ നട്ടെല്ലൊടിക്കാൻ യമനിലേക്ക് ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു. ഹൂത്തികൾ ഇസ്രായേലിനെ ചൊറിയുന്നതിന് വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വിമാനം തകർക്കാൻ ശ്രമിച്ചതാണ് പ്രകോപന കാരണം. യമന് നേരെയുള്ള ആക്രമണം ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ തുടരുകയാണ്. 100 കണക്കിന് ബോംബുകളാണ് യമനിൽ വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. യമനിലെ പ്രധാനപ്പെട്ട തുറമുഖമൊക്കെ തകർത്തു. ഹിസ്ബുള്ള തലവൻ സയ്യദ് ഹസൻ നസറുള്ളയെ കൊന്നപ്പോൾ കൂടെ ഏതാണ്ട് 20ഓളം ഹിസ്ബുള്ള നേതാക്കളെയും കൊന്നു തള്ളി എന്നാണ് ഇസ്രായേൽ പിന്നീട് പ്രഖ്യാപിച്ചത്. അങ്ങനെ ഹിസ്ബുള്ളയ്ക്കും തലപൊക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. പക്ഷെ അവിടെയൊന്നും അടങ്ങുന്നില്ല. ഒരു വെടിനിർത്തലിനും ഒത്തുതീർപ്പിനും താല്പര്യമില്ല. ഇസ്രായേൽ ചർച്ചയ്ക്ക് വരുമെന്ന് കരുതി ഏതാണ്ട് 100-ലധികം ഇസ്രായേലി പൗരന്മാരടക്കമുള്ള, അമേരിക്കൻ പൗരന്മാരടക്കമുള്ളവരെ ഹമാസ് തടവിൽ വെച്ചിരിക്കുകയാണ്. അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഇനി ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ മാറിയതോടെ അക്ഷരാർത്ഥത്തിൽ വിരണ്ടു പോയിരിക്കുന്നത് ഭീകര സംഘടനകളാണ്. ഒരു ഇസ്രായേലി പട്ടാളക്കാരന് വേണ്ടി ഏതാണ്ട് 1000-ലധികം ഭീകരരെ ജയിലിൽ നിന്ന് വിട്ടുകൊടുത്ത ചരിത്രം ഇസ്രായേലിനുണ്ട്. ഇപ്പോൾ ഹമാസിന് തലവനായിരിക്കുന്ന യാഹ്യ സിൻവർ ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് കടന്നു കയറി നടത്തിയ ആക്രമണത്തിന് സൂത്രധാരി ഒക്കെ വിട്ടുകൊടുത്തവരിൽ പെട്ടതാണ്. അത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് ഇനിയില്ല. എത്ര ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെട്ടാലും, എത്ര ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടാലും, ഹമാസിന്റെ തടവിൽ കഴിയുന്ന ഇസ്രായേലികാർ മുഴുവൻ കൊല്ലപ്പെട്ടാലും ഹമാസിനോടും ഹിസ്ബുള്ളയോടും ഹൂത്തികളോടും ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന വാശിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ തലവനെ തട്ടിക്കളഞ്ഞിട്ടും ഹമാസിന്റെ തലവനെ തട്ടിക്കളഞ്ഞിട്ടും അല്പം പോലും പുറകോട്ട് പോവാതെ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ പുറത്തേക്ക് വരുന്ന വാർത്ത കൂടുതൽ ഞെട്ടിക്കുന്നതാണ്. ഹമാസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന ലെബനനിലെ പ്രധാന ഹമാസ് നേതാവിനെ തട്ടിക്കളഞ്ഞു എന്നതാണ്. ഗാസയ്ക്ക് പുറത്ത് ഹമാസിനെ നിയന്ത്രിച്ചിരുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ലെബനൻ. സിറിയയിലും ലെബനനിലും യമനിലുമൊക്കെ ഹമാസിന്റെ ഭാഗമായുള്ള ആളുകളുണ്ട്. ഖത്തറിൽ ഹമാസ് തലവന്മാർ താമസിക്കുന്നെങ്കിലും ഖത്തർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകര പ്രവർത്തനം അവർ അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഗാസ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെതിരെ ഹമാസ് പ്രവർത്തിക്കുന്നത് ബെയ്റൂട്ടിലാണ്. ആ ബെയ്റൂട്ടിലെ ഹമാസിന്റെ തലവനെ ബോംബിട്ട് ഇസ്രായേൽ കൊന്നുകളഞ്ഞു. ആ തലവന്റെ ഭാര്യയും മകനും മകളും കൂടെ കൊല്ലപ്പെട്ടു. ഹമാസ് തലവൻ സുരക്ഷിതമായി താമസിച്ചിരുന്ന അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ സേന രാവിലെ നടത്തിയ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് തന്നെ അറിയിക്കുന്നു. ലെബനനിലെ ടയർ നഗരത്തിലെ അൽബാദ് എന്ന അഭയാർത്ഥി ക്യാമ്പിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിൽ കൃത്യമായി സുരക്ഷാ സന്നാഹങ്ങളോടെ കഴിയുകയായിരുന്നു ഹമാസിന്റെ ലെബനീസ് തലവൻ. കൃത്യം ആ ഭീകരൻ താമസിക്കുന്നിടത്തേക്ക് ബോംബിട്ടാണ് ഇസ്രായേൽ കർമ്മം പൂർത്തിയാക്കിയത്. അങ്ങനെയാണ് ഹമാസിന്റെ ലെബനീസ് തലവനും ഭാര്യയും മകനും മകളും കൊല്ലപ്പെടുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ അല്ലെങ്കിൽ PFLP എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ലെബനൻ കേന്ദ്രീകരിച്ച് തന്നെയാണ് അതും പ്രവർത്തിക്കുന്നത്.
അവര് ഇസ്ലാമിക രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി അല്ല, ഒരു സെക്യുലർ ലെഫ്റ്റ് സംഘടനയാണ്. ആ സംഘടനയുടെ 3 നേതാക്കളെയും ഇസ്രായേൽ സേന വധിച്ചു എന്ന് സംഘടന അറിയിച്ചിട്ടുണ്ട്. അതായത് ഒരു തരത്തിൽ വിട്ടുവീഴ്ചയ്ക്കുമില്ല. ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഹൂത്തികളുടെയും അടിവേരി മാന്തിയെ അവസാനിപ്പിക്കൂ എന്ന് ഇസ്രായേൽ തീരുമാനിച്ചു എന്നർത്ഥം. 1948 ആദ്യ അറബ് ഇസ്രായേൽ യുദ്ധസമയത്ത് ലെബനനിലേക്ക് ഓടിപ്പോയവരുടെ അഭയാർത്ഥി ക്യാമ്പ് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. 3/4 നൂറ്റാണ്ടായിട്ടും ആ അഭയാർത്ഥി ക്യാമ്പ് തുടരുന്നു. ആ അഭയാർത്ഥി ക്യാമ്പിൽ ലെബനീസ് സർക്കാർ ഇടപെടാറില്ല. ഹമാസ് തന്നെയാണ് അവിടുത്തെ നിയന്ത്രണം കൈവശപ്പെടുത്തിയിരിക്കുന്നത്. അവിടേക്ക് മറ്റാർക്കും കടന്നു കയറാൻ പറ്റില്ല. ആ സുരക്ഷയിലായിരുന്നു ഹമാസ് തലവൻ അവിടെ സുഖമായി കഴിഞ്ഞിരുന്നത്. അവിടെയാണ് ഇസ്രായേൽ സേന നുഴഞ്ഞു കയറി ഇപ്പോൾ കൊലപാതകം നടത്തി തിരിച്ചു പോന്നിരിക്കുന്നത്.